ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2021 ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 16/8/2021 വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. ഡിഗ്രി ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെ തെറ്റുകളില്ലാതെ പൂർത്തിയാക്കാം എന്നതിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ. മുഴുവനായും കണ്ട് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം ഷെയർ ചെയ്യുക. ഡിഗ്രി അഡ്മിഷനു വേണ്ടി അപേക്ഷിക്കുന്നതിനായി ആദ്യം തന്നെ CAP ID എടുക്കണം. അതിനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ പോയി UG അഡ്മിഷൻ 2021 അപ്ലൈ നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് തുറന്നു വരുന്ന UG ഹോം പേജിലെ അപ്ലൈ നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി CAP IDയും പാസ്വേഡും ലഭിച്ചവരാണെങ്കിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന ലിങ്ക് യൂസ് ചെയ്യണം. അപ്ലൈ നൗ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന പേജിൽ പുതിയ രജിസ്ട്രേഷന് വേണ്ടി ആവശ്യമായ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. +2 പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ, സ്ട്രീം, ബോർഡ് ഓഫ് എക്സാമിനേഷൻ, +2 പാസ്സാകാനെടുത്ത ചാൻസുകളുടെ എണ്ണം മുതലായവ കൊടുത്ത ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. പേര്, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്, ആധാർ നമ്പർ, അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കുന്നതിന് പുറമെ മൊബൈൽ നമ്പർ എന്ന ബോക്സിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പാരൻസിൻ്റെയോ മൊബൈൽ നമ്പർ നൽകുക. മൊബൈൽ നമ്പർ തെറ്റുകളില്ലാതെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. മൊബൈൽ നമ്പർ തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് CAP ID ലഭിക്കാതെ വരികയും അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ക്യാപ്ച ടിക്ക് ചെയ്ത് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കൊടുത്ത വിവരങ്ങളെല്ലാം കറക്റ്റ് ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് OTP ലഭിക്കും. അത് എൻ്റർ ചെയ്താൽ മാത്രമേ CAP IDയും പാസ്വേഡും ലഭിക്കുകയുള്ളൂ. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് CAP IDയും പാസ്വേഡും ലഭിക്കും. മൊബൈലിൽ ലഭിച്ച CAP IDയും പാസ്വേഡും സ്റ്റുഡൻറ്റ് ലോഗിൻ പേജിൽ എൻ്റർ ചെയ്ത് ബാക്കിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്താൽ ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മൾ എൻ്റർ ചെയ്ത കുറേ വിവരങ്ങൾക്ക് പുറമെ അവസാനമായി പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൊടുക്കാനുണ്ടാകും. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ഒന്നാണെങ്കിൽ കോപ്പി പെർമനൻ്റ് അഡ്രസ് എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മതിയാകും. എല്ലാ എൻട്രിയും വരുത്തിയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകുക. അടുത്തതായി റിസർവേഷൻ വിവരങ്ങൾ നൽകണം. പ്രത്യേകം ശ്രദ്ധിക്കുക, OBC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നോൺ ക്രിമിലിയർ യെസ് എന്ന് മാർക്ക് ചെയ്യുക. മുന്നോക്ക വിഭാഗത്തിൽ പിന്നോക്കം നിൽക്കുന്ന EWS കാറ്റഗറിയിൽ പെടുന്നവർ EWS യെസ് എന്ന് കൊടുക്കണം. ശ്രദ്ധിക്കുക, EWSനും വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം യെസ് എന്ന് കൊടുക്കുക. 4 ലക്ഷം വാർഷിക വരുമാന പരിധിയിൽ വരുന്ന EWS വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രമേ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി നൽകണം. മറ്റു വിവരങ്ങൾ നൽകിയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്നുള്ള വിവരവും വെയിറ്റേജുകൾ വല്ലതും ഉണ്ടോ എന്ന വിവരങ്ങളും നൽകണം. നിങ്ങളുടെ കയ്യിൽ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വെയിറ്റേജ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായി ബ്രൗസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്തതിനു ശേഷം അപ്ലോഡ് ഇമേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 60 KB സൈസിനു താഴെയുള്ള JPG ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോ. ഫോട്ടോ അപ്ലോഡ് ആയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്ക് എൻട്രി പേജിലേക്ക് പോവുക. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള അതേ ഓർഡറിൽ മാർക്ക് എൻ്റർ ചെയ്യുക. HSC +2 കഴിഞ്ഞവരുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി ലോഡ് ആകുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. മാർക്ക് വിവരങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തത് കോളേജ് കോഴ്സ് സെലക്ഷൻ പേജാണ്. നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം എന്ന് തോന്നുന്ന പ്രയോറിറ്റി അനുസരിച്ച് മാത്രം കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകുക. 20 എണ്ണം വരെ മാക്സിമം സെലക്ട് ചെയ്യാം.
നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ബാധകമാണെങ്കിൽ ഈ 20 കോളേജുകളിൽ അത്തരം കോളേജുകൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ആവശ്യമുള്ള കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകിയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഫൈനൽ പേജാണ് അടുത്തതായി വരിക. അവിടെ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ വിവരങ്ങളും കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കും. കൊടുത്ത വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെയല്ലേ വന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം ഡിക്ലറേഷൻ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ആൻഡ് പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫീസ് അടയ്ക്കാനുള്ള പേജിലേക്ക് പോകണം. ശ്രദ്ധിക്കുക, ഫീസ് അടച്ച് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ. 280 രൂപയാണ് ജനറൽ കാറ്റഗറിയുടെ ഫീസ്. SC/ST വിഭാഗങ്ങൾക്ക് 115 രൂപയാണ് ഫീസ്. ഫീസ് അടയ്ക്കാൻ SBI ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ, അക്ഷയ എന്നിവ ഉപയോഗിക്കാം. ഫീ അടയ്ക്കുന്ന സമയത്ത് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുകയും ഫൈനൽ പ്രിൻ്റ് ഔട്ട് ലഭിക്കാതെ വരികയും ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ കാത്തു നിന്നതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്ത് ഫീസ് അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പെട്ടെന്ന് തന്നെ രണ്ടാമതൊരു പേയ്മെൻറ്റിനു മുതിരരുത്. ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് ഫൈനൽ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫൈനൽ പ്രിൻ്റ് ഔട്ട് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ അപേക്ഷകൻ്റെയും കടമയാണ്. എന്നാൽ മാത്രമേ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ടിൽ ദെൻ ബി സേഫ് ആൻഡ് ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.